മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 32 മുതലുള്ള വാക്യത്തിൽ വളരെ വ്യക്തമായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. യേശുവിൻ്റെ കൂടെ പാർക്കുന്ന ജനം, യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറയുന്നു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എൻ്റെ കൂടെ പാർക്കുകയാണ്. ആമേൻ. ശ്രദ്ധിക്കണമേ, കർത്താവ് ശിഷ്യന്മാരോട് എന്താണ് പറയുന്നത്? തൻ്റെ കൂടെ പാർക്കുന്ന ജനത്തെക്കുറിച്ച് കർത്താവ് പറയാണ്. ആമേൻ. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എൻ്റെ കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു. ഇന്ന് ഈ നിമിഷം വീണ്ടും ഞാൻ ആത്മാവിൽ പറയട്ടെ, ആരോടാണ് ദൈവത്തിന് മനസ്സലിവ് തോന്നുന്നത്? ആരോടാണ് ദൈവം മനസ്സലിയുന്നത്? ഇവിടെ നിന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ കൂടെ പാർക്കുന്ന ജനത്തോട്. അതെ, ആ റൈറ്റ് പ്ലേസിനകത്തിരിക്കുന്ന ജനത്തോട് ദൈവത്തിന് മനസ്സലിവ് തോന്നുകയാണ്. ഈ നിമിഷം വീണ്ടും ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ മനസ്സലിവ് നോക്കണമേ. ആമേൻ. അവരെ പട്ടിണിയായി ഒരിക്കലും മടക്കി അയക്കത്തില്ല. ആമേൻ. അവരെ ക്ഷീണത്തോടെ ഒരിക്കലും ദൈവം മടക്കി അയക്കത്തില്ല. തൃപ്തരാക്കി. അവിടെ ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ 7 അപ്പവും കുറച്ച് മീനും ഉണ്ടായിരുന്നു. ആമേൻ. ദൈവം അതിനെ വർദ്ധിപ്പിച്ച് തൻ്റെ കൂടെ പാർത്ത ജനത്തിനു വേണ്ടി ദൈവം അതിനെ വർദ്ധിപ്പിച്ച് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു. അവർ തൃപ്തരായി മടങ്ങിപ്പോയി എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിനകത്ത് നീ ഇരിക്കുകയാണെങ്കിൽ ക്ഷീണിച്ചു പോകുമെന്നല്ല, തളർന്നു പോകുമെന്നല്ല, ശൂന്യമായി പോകുമെന്നല്ല, നിന്നെ തൃപ്തിപ്പെടുത്തി നിന്നെ നിറച്ച് നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള സത്യത്തെ ഇന്ന് ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കണമേ.